നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇപ്പൊ നീ വന്ന് വണ്ടി കയറ്. ഞാൻ വരുന്നില്ല. ഇങ്ങോട്ട് വന്ന പോലെ ഞാൻ തിരിച്ചു പൊക്കോളാം. ഞാൻ പോകുന്നതിന്റെ പുറകേക്ക് നിങ്ങൾ എന്തിനാ വരുന്നേ? ഇനി നീ ഇവിടെ ഒന്ന് സംസാരിച്ചാലേ പരിസരം ഞാൻ നോക്കില്ല. അടിച്ചു നിന്റെ കർണക്കുറ്റി ഞാൻ പൊട്ടിക്കും. അതുകൊണ്ട് മര്യാദയ്ക്ക് ഒന്ന് വണ്ടി കയറ്. ഞാൻ വന്നോളന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ പോവാൻ നോക്ക്. നിനക്ക് പറഞ്ഞ മനസ്സിലാവില്ലേ? കേറി ഇവിടെ. താൻ കേറ്. ധനുഷും സ്നേഹം തമ്മിൽ ജയിലിൽ വെച്ച് കണ്ട് എന്തായിരിക്കും സംസാരിക്കുന്നത്? വീണ്ടും അവള് ധനുഷിനോട് അടുക്കുവോ? എന്റെയും ധനുഷിന്റെ ഇടയിലേക്ക് അവള് വീണ്ടും വരുമോ? നിക്കേ, നീ എവിടെ പോയതായിരുന്നു? ഞാൻ ചോദിച്ചു കേട്ടില്ലേ? നീ എവിടെ പോയതായിരുന്നുവെന്ന്. അച്ഛാ, അവളെ വഴക്കൊന്നും പറയണ്ട. അവള് എനിക്ക് വേണ്ടി നിങ്ങൾ വക്കാലത്തൊന്നും പറയണ്ട. എന്റെ കാര്യങ്ങൾ എങ്ങനെ മറ്റുള്ളവർ പറഞ്ഞതും എന്റെ അഭിപ്രായങ്ങളെ ചോദ്യം ചെയ്തത് കൊണ്ടൊക്കെയാ ഞാനിപ്പോ ഈ കിടന്ന് അനുഭവിക്കുന്നത്. എന്റെ കാര്യങ്ങൾ ഞാൻ തന്നെ നോക്കിക്കോളാം. ഞാൻ സബ് ജയില് വരെ പോയതാ. സബ് ജയിലിലോ? എന്തിന്? എന്തിനാന്ന് അച്ഛൻ അറിയില്ലേ? അറിയാം. നീ അവിടെ പോയെന്ന് അറിഞ്ഞിട്ട് തന്നെയാ നിന്നോട് ഞാൻ ചോദിച്ചത്. നിനക്ക് കാണാനും സംസാരിക്കാനും അവിടെ ആരാ ഉള്ളത്? ഞാൻ സ്നേഹിക്കുന്ന, എന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളാ ഇപ്പൊ അവിടെ ഉള്ളത്. അവനെ കാണണമെന്നും സംസാരിക്കണമെന്നും ഒക്കെ തോന്നി. അതുകൊണ്ടാ ഞാൻ പോയത്. സ്നേഹേ, നിന്റെ വിവാഹം മുടങ്ങിയ അന്നു മുതൽ ഞാൻ കാണുന്നതാ നിനക്കുണ്ടായ ഈ മാറ്റം. നിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം നീ തന്നെയാ. ഞങ്ങളെല്ലാം നിന്നോട് പറഞ്ഞതല്ലേ ഈ വിവാഹം നിനക്ക് വേണ്ടാന്ന്? നീ കേട്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ടുണ്ടായ പ്രശ്നങ്ങള് നീ തന്നെ അനുഭവിക്കണം. ലോകത്ത് ആദ്യമായി മുടങ്ങിയ വിവാഹമൊന്നും അല്ലല്ലോ നിന്റേത്. ഈ വീട്ടില് മുൻപും അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ദേ നിൽക്കുന്നു അനഘ. അവൾക്കന്നില്ലാത്ത എന്തു കുഴപ്പമാ നിനക്ക് ഇന്നിവിടെ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.